എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാബിലോണിയൻസിനെ കുറിച്ചാണ്. പ്രാചീന നാഗരികതകളിൽ മെസപ്പൊട്ടാമിയയിൽ ഉണ്ടായിരുന്ന ഒരു നാഗരികത തന്നെയായിരുന്നു. മെസപ്പൊട്ടാമിയൻ നാഗരികതയിൽ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടം തന്നെയായിരുന്നു ബാബിലോണിയൻസ് എന്ന് പറയുന്നത്. ഈ ബാബിലോണിയൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാബിലോണിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഷ്യൻ ബാബിലോൺ റീജിയൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിന് നമുക്ക് ബാബിലോണിയൻ ഭരണകൂടം എന്ന് പറയാം. ഈ പ്രദേശം നിലനിൽക്കുന്നത് മെസപ്പൊട്ടാമിയയുടെ സൗത്ത് ഈസ്റ്റേൺ ഭാഗത്താണ്. അതായത് തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ട്, മെസപ്പൊട്ടാമിയയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ടാണ് ഈ ബാബിലോണിയ എന്ന് പറഞ്ഞ പ്രദേശം നിലനിൽക്കുന്നത്. ഇന്നത്തെ ഇറാഖിൻ്റെയും പേർഷ്യൻ ഗൾഫ് റീജിയൻ്റെയും ഒരു മിഡിൽ റീജിയനായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ആൻഷ്യൻ ബാബിലോണിൻ ഒരു ക്യാപിറ്റൽ, ബാബിലോണിയൻസിൻ്റെ ക്യാപിറ്റലാണ് പഴയകാല ബാബിലോൺ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിന് ശേഷം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു വലിയ എക്സ്കവേഷൻസ് എല്ലാം നടത്തിയപ്പോഴാണ് ബാബിലോണിയ എന്ന് പറയുന്ന ഒരു എംപയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബാബിലാനി എന്നൊരു വേർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഗേറ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ കവാടം എന്ന രീതിയിൽ അർത്ഥം വരുന്നൊരു വേർഡാണ് ബാബിലോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ ഒരു ബാബിലോണിയയുടെ പ്രദേശം എന്ന് പറഞ്ഞാലും സൗത്ത് വെസ്റ്റായിട്ട് അറേബ്യൻ ഡെസേർട്ടാണ്, ഈസ്റ്റിൽ ഏലമാണ്, ദെൻ അസീറിയ ഇൻ ദി നോർത്ത് ആൻഡ് പേർഷ്യൻ ഗൾഫ് ഇൻ ദി സൗത്ത് ഈസ്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളുടെ തീരങ്ങളിൽ തന്നെയാണ് ബാബിലോണിയൻസും വരുന്നത്. 4000 BCE കാലഘട്ടത്തിലാണ് ഇവരുടെ ഒരു വരവ് എന്ന് പറയുന്നത്. ബാബിലോണിയൻസിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ഷാൽഡിയൻസിൻ്റെ എൻഡോട് കൂടിയിട്ടാണ് ബാബിലോണിയൻ എംപയറിൻ്റെ തകർച്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ബാബിലോണിയൻസിൽ ആദ്യമായിട്ടുള്ളത് എമോറൈറ്റ്സ് ആണ്. എമോറൈറ്റ്സ് ബാബിലോണിയയിലെ ആദ്യത്തെ എംപയർ ആണ് എമോറൈറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എംപയർ ഇൻ ബാബിലോണിയ എന്ന് പറയാം. എമോറൈറ്റ്സിനെ തന്നെ പല ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലും മാർത്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. MARTU മാർത്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അക്കാഡൈൻ എംപയറിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഈ എമോറൈറ്റ്സ് എന്ന് പറയുന്നത് അക്കാഡൈൻ എംപയറിനെ തോൽപ്പിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. ഈ എമോറൈറ്റ്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1900 to 1600 BCE ആണ് എമോറൈറ്റ്സിൻ്റെ കാലഘട്ടം. എമോറൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു റൂളറാണ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഹമ്മുറാബിയുടെ ലോ ഓഫ് കോണ്ടക്റ്റ് ഒക്കെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഹമ്മുറാബിയുടെ കാലഘട്ടം, അഡ്മിനിസ്ട്രേറ്റീവ് കാലഘട്ടം എന്ന് പറയുന്നത് 1782 മുതൽക്ക് 1750 BCE വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഹമ്മുറാബി വളരെ ഫേമസ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട്, നിയമങ്ങളുടെ പേരിലാണ്. നിയമത്തിൻ്റെ പേരിലാണ് അദ്ദേഹം വളരെ ഫേമസ് ആകുന്നത്. ഹമ്മുറാബിയൻ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. അതിന് കാരണം നമുക്ക് പറയാം. ദെൻ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു സിൻ മുബാലിത്തിൽ നിന്നാണ് അദ്ദേഹം ഹമ്മുറാബി അധികാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതിൽ റൂളറായിട്ട് മാറുന്നത്. ഈ ഹമ്മുറാബി എമോറൈറ്റ്സിൻ്റെ 6ാമത്തെ റൂളറാണ്, 6th റൂളറാണ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഹമ്മുറാബിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ടെമ്പിൾസ് പുതുക്കി പണിയുകയും പുതുതായിട്ട് പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഹമ്മുറാബിനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കുന്ന അദ്ദേഹത്തിൻ്റെ കോഡ്സ് ആണ്, കോഡ് ഓഫ് ലോ ആണ്. ലോ കോഡ് ഓഫ് ഹമ്മുറാബി എന്നാണ് അത് പിന്നീട് അറിയപ്പെട്ടത്. ഹമ്മുറാബിയുടെ നിയമവ്യവസ്ഥകൾ സുമേറിയൻ ലീഗൽ സിസ്റ്റത്തിൽ ഒരു പുതിയ രീതിയായിരുന്നു ഹമ്മുറാബിയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഹമ്മുറാബിയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: കണ്ണിന് കണ്ണ്, തലയ്ക്ക് തല, അങ്ങനെ എഴുതുകയാണ്. ഐസ് ഫോർ ആൻ ഹൈ, ഹെഡ് ഫോർ എ ഹെഡ്, അങ്ങനത്തെ ഒരു നിയമമാണ് ഹമ്മുറാബിക്കുള്ളത്. ഈ ഹമ്മുറാബിയുടെ നിയമമാണ് പിന്നീട് ഹമ്മുറാബിയൻ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാചീന നിയമങ്ങൾ, അല്ലെങ്കിൽ അതൊരു നല്ല കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ടില്ല. പിന്നീട് വന്ന മോഡേൺ യുഗത്തിലൊക്കെ അത് പറയപ്പെടുന്നു. പക്ഷേ ജൂയിഷ് ലീഗൽ സിസ്റ്റം ഈ ഒരു ഇതാണ് ഫോളോ ചെയ്തത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം
എന്തായിരുന്നു ഹമ്മുറാബിയുടെ നിയമം. പിന്നെ ഹമ്മുറാബിയുടെ നിയമത്തിൽ ആരെങ്കിലും ആക്സിഡൻ്റലി അപകടപരം മനഃപൂർവ്വമല്ലാതെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ വരുത്തിയാൽ അവർക്കും ശിക്ഷ ഉണ്ടായിരുന്നു. ആരെയും ശിക്ഷയിൽ നിന്ന് ആർക്കും ഇളവുണ്ടായിരുന്നില്ല ഹമ്മുറാബിയുടെ നിയമപ്രകാരം. ഇപ്പോൾ വളരെ കർക്കശമായിട്ടുള്ള നിയമവും അതുപോലെ തന്നെ നേരിട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു തരത്തിലും ഒരു മാനുഷിക പരിഗണനകളോട് കൂടിയുള്ള നിയമങ്ങളല്ല അദ്ദേഹം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കോഡ് ഓഫ് ഹമ്മുറാബി, ഹമ്മുറാബിയുടെ നിയമങ്ങൾ ഇപ്പോൾ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന പലതിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹമ്മുറാബിയുടെ നിയമങ്ങളോട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഹമ്മുറാബിയുടെ നിയമങ്ങളുടെ പ്രശ്നം. ഹമ്മുറാബിയുടെ കാഴ്ചപ്പാടിൽ സമോറിയൻ സൊസൈറ്റീനെ 3 നിയമവ്യവസ്ഥയുടെ കീഴിലാണ് കൊണ്ടുവന്നത്. അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് പെട്രീഷ്യൻസ് അല്ലെങ്കിൽ നോബിൾസിൻ്റെ ഒരു വിഭാഗമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ബർച്ചേഴ്സ് ആൻഡ് കോമണേഴ്സ് ആണ്. മൂന്നാമത്തെ വിഭാഗം സെർവ്സ് അല്ലെങ്കിൽ സ്ലേവ്സ് ആണ്. ഇവരെ അങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് ഹമ്മുറാബി നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ നിയമവ്യവസ്ഥ ബാധകമായിരുന്നു. ബാബിലോണിയയുടെ കോഡ് ഓഫ് ക്രിമിനൽ ലോയും ഉണ്ടായിരുന്നു. സമോറിയനിൽ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്ന് കുറേ പരിഷ്കാരങ്ങളെല്ലാം വരുത്തിയിട്ടാണ് ഹമ്മുറാബി ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഇനി ഹമ്മുറാബി കൊണ്ടുവന്നിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റം, നികുതി പിരിക്കൽ രീതി വളരെ പെർഫെക്റ്റ് ആൻഡ് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള നികുതി പിരിവും രീതികളുമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ബ്യൂറോക്രസിയിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. മെസപ്പൊട്ടാമിയയുടെ തന്നെ മറ്റ് സിറ്റി സ്റ്റേറ്റ്സ് ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. ലർസ, കിഷ്, ലഗാഷ്, നിപ്പൂർ, ഉറൂക്ക് തുടങ്ങിയ കേന്ദ്രങ്ങളെല്ലാം അദ്ദേഹം ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സ്ഥിതി കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഹമ്മുറാബിയുടെ നിയമം അല്ലെങ്കിൽ ഹമ്മുറാബിയുടെ ഭരണ കാലഘട്ടം പറയുന്നത്, എമോറൈറ്റ്സ്. ഇനി ബാബിലോണിയൻ ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാബിലോണിയൻ ലിറ്ററേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ ലിറ്ററേച്ചറും പോലെ തന്നെ കുറേ കെട്ടുകഥകളും മിത്തുകളൊക്കെ അടങ്ങിയാണ്. മിത്ത് ആൻഡ് ലെജൻഡ്സ് തന്നെയാണ് ബാബിലോണിയൻ ലിറ്ററേച്ചറിൻ്റെയും പ്രധാന കാര്യമെന്ന് പറയുന്നത്. അവിടുത്തെ വിശ്വാസം അനുസരിച്ച് ഒരു എല്ലായിടത്തും ഒരു ഭൂമി ഉണ്ടായതിനെക്കുറിച്ച്, മനുഷ്യനുണ്ടായതിനെക്കുറിച്ചൊരു കഥ ഉണ്ടാവുമല്ലോ, അത്തരത്തിലൊരു കഥ ഈ ബാബിലോണിയൻ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിനെ മർദൂക്ക് എന്നാണ് പറയുക. ഗോഡ് മർദൂക്കാണ് ഭൂമി ഉണ്ടാക്കിയതെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആകാശം ഉണ്ടാക്കിയത് തിയാമത്ത് എന്ന് പറഞ്ഞ ദേവതയുടെ ശവത്തിൽ നിന്നാണ്, കോപ്സിൽ നിന്നാണ് സ്വർഗം ഉണ്ടാക്കിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഭൂമിയും സ്വർഗമൊക്കെ ഉണ്ടാക്കുന്നത് ദേവൻ്റെയും ദേവതയുടെയൊക്കെ ഭാഗമായിട്ടാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാബിലോണിയൻ ലിറ്ററേച്ചറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദി എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്നത്. 2000 BCE കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്ന വർക്കാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിഹാസം എന്ന് പറയുന്നത്, ഇതിഹാസ കൃതിയാണ് അത്. ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞ പഴയൊരു മെസപ്പൊട്ടാമിയൻ രാജാവാണ്. ഈ മെസപ്പൊട്ടാമിയൻ രാജാവിനെ മുൻനിർത്തിക്കൊണ്ട് കുറേ കെട്ടുകഥകളാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു എപ്പിക് ഓഫ് ഗിൽഗമേഷ് പറയുന്നൊരു കഥയാണ്. ഒരു വയസ്സായ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. അവരെന്നെ ദൈവമാണ് സംരക്ഷിച്ചിരുന്നത്. ഒരു ഭയങ്കര ശക്തിയായപ്പോൾ അവർക്ക് ഒരു ദിവസം തോന്നുകയാണ് ഈ ഭൂമി നശിപ്പിച്ചേക്കാമെന്ന്. അങ്ങനെ ഭൂമി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഗിൽഗമേഷിൻ്റെ കുറേ വീരപ്രവർത്തികളൊക്കെയാണ് ഈ ലിറ്ററേച്ചർ വർക്കിൻ്റെ, ഈ എപ്പിക്കിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കഥകളിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു എപ്പിക്ക്, ഭൂമിയെ രക്ഷിക്കാൻ വരുന്ന രക്ഷകൻ്റെ റോളുള്ള ഒരു ഹീറോ കഥാപാത്രം എല്ലാ രാജ്യങ്ങളിലും കഥകളുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്നും പറയുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ബാബിലോണിയൻസ് പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളാണ് ലിറ്ററേച്ചർ, സാഹിത്യത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസ്ട്രോണമി, മാത്സ്, കെമിസ്ട്രി, ബോട്ടണി, പിന്നെ മെഡിസിൻ, ഇതിനൊക്കെ അവർ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. വീനസിനെ ഒബ്സർവ് ചെയ്യലും വീനസിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കലും അവർക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി വേറൊന്നാണ് ബാബിലോണിയൻ ആർട്ട്. കലാരംഗത്ത് ബാബിലോണിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ അന്ന് തന്നെ തുടങ്ങുന്നത്, സ്കൂൾ ഫോർ ബോയ്സ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. ക്ലേ ടേബ്ലറ്റ്സിൽ, മൺഫലകങ്ങളിലാണ് ഇവർ എഴുത്തുകൾ ഉണ്ടായിരുന്നത്. ഈ മൺഫലകങ്ങളിൽ എഴുതിയിട്ടാണ് ഇവർ പഠിക്കുകയും ഇതൊക്കെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. വായിക്കാനുള്ള കഴിവ്, അതുപോലെ മാത്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കണ്ടെത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട ആർട്ട് വർക്കായിരുന്നു ഒരു മോട്ടിഫ്, എന്താ പറയുക ഒരു ചിഹ്നമുള്ള ഒരു വസ്തു. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിൻ്റെ ഹെഡും അതുപോലെ തന്നെ ബുള്ളിൻ്റെ ശരീരത്തിൽ മനുഷ്യൻ്റെ ഹെഡ്,
മാൻസ് ഹെഡ് വിത്ത് ബുൾ എന്ന് പറഞ്ഞൊരു ഇത്, അതായത് ബുള്ളിൻ്റെ ശരീരത്തിൽ മനുഷ്യൻ്റെ തല വെച്ചിട്ടുള്ള ഒരു മോട്ടീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചിത്രപ്പണികളൊക്കെ ഉള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സാധനത്തിനെ മോട്ടീഫ് എന്ന് പറയും. അപ്പോൾ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മോട്ടീഫ് അവിടുന്ന് ലഭിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി ബാബിലോണിയൻസിൻ്റെ സമയത്തുള്ള ട്രേഡ്, ഷാൽഡിയൻസിൻ്റെ അധികാരം വരുന്നത് വരെ, പീരീഡ് ഓഫ് ഷാൽഡിയൻസ് വരുന്നവരെ പീരീഡ് ഓഫ് ഷാൽഡിയൻസിൻ്റെ സമയത്തും നല്ലൊരു ട്രേഡ് സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. ട്രേഡിൽ വളരെ മികച്ചത്. ട്രേഡ് എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട്, അന്നുണ്ടായിരുന്ന മറ്റ് നാഗരികതകളുമായിട്ട് ഇവർ ട്രേഡ് ബന്ധം ഉണ്ടായിരുന്നു. സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ അറേബ്യയിൽ നിന്നാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആനക്കൊമ്പ്, പിന്നെ ചില സുഗന്ധദ്രവ്യങ്ങൾ, ജ്വൽസ്, ആഭരണങ്ങൾ, ഇതൊക്കെ അവർ ഇന്ത്യയിൽ നിന്ന്, സിൽക്ക്, ഇതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ സിൽക്ക് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ നിന്ന് മെസപ്പൊട്ടേമിയ അങ്ങനെയായിരിക്കും ട്രേഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പക്ഷേ ഇന്ത്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ലെബനനിൽ നിന്നാണ് ടിമ്പർ, ആനത്തടി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കാർപ്പറ്റ്സ്, മറ്റ് ഓർണമെൻറ്റ്സ്, സിൽവർ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, ഗോൾഡ്, ഇതൊക്കെയും ഇവരുടെ ട്രേഡിൽ ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി ഇതാണ് ഇവരുടെ ട്രേഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പ്രധാനമായിട്ട്. ബാബിലോണിയൻസ് അവരുടെ ജിയോഗ്രഫി പറഞ്ഞു, എമോറൈറ്റ്സ് പറഞ്ഞു, എമോറൈറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ഹമ്മുറാബിയുടെ കോഡ് ഓഫ് ലോ പറഞ്ഞു, ദെൻ ലിറ്ററേച്ചർ പറഞ്ഞു, ആർട്ട് പറഞ്ഞു, ട്രേഡ് പറഞ്ഞു. ഇത്രയാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ബാബിലോണിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന കാലഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ബാബിലോണിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്കിത് ബാബിലോണിയൻസ് എന്ന ചാപ്റ്ററിൽ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.